ഗ്രീൻ ഗ്രാമ എന്ന വ്യത്യസ്തമായൊരു പഴത്തോട്ടത്തിലേക്കാണ് നാട്ടുപച്ചയുടെ യാത്ര. ഈ പഴത്തോട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തുള്ള എല്ലാ പഴവർഗ്ഗങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. കൊട്ടാരക്കര സ്വദേശിയായ ഡോക്ടർ ഹരി മുരളീധരനാണ് ഈ കൃഷിയിടത്തിൻ്റെ ഉടമ. കർമ്മം കൊണ്ട് സീനിയർ സയൻറ്റിസ്റ്റ്, എന്നാൽ ഇന്ന് പഴങ്ങളുടെയും പഴത്തോട്ടങ്ങളുടെയും കൂട്ടുകാരൻ. അതാണ് കൊട്ടാരക്കര കിഴക്കേക്കര വാഴപ്പള്ളിൽ ഡോക്ടർ ഹരി മുരളീധരൻ. വീടിനോട് ചേർന്ന് കിടക്കുന്ന 60 സെന്റ് സ്ഥലത്തെ ഇന്ന് അപൂർവയിനം പഴങ്ങളുടെ പറുദീസയാക്കി മാറ്റിയിരിക്കുന്നു. 300-ലധികം പഴവർഗ്ഗങ്ങളാണ് ഇവിടെ വളർന്നു നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായിട്ട് ഞാൻ നട്ടു വളർത്തുന്ന 300ഓളം പഴവർഗ്ഗങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതെല്ലാം ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ വിവിധ രാജ്യങ്ങളിൽ വളരുന്നവയാണ്. മെയിനായിട്ടും ആഫ്രിക്കൻ പ്രദേശങ്ങളിലും ആമസോൺ റെയിൻ ഫോറസ്റ്റ്, ബ്രസീലിൻ്റെ, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളുമുള്ള ചെടികളാണ് നട്ടു വളർത്തിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് 100 രൂപ തൊട്ട് 5 ലക്ഷം രൂപ വില വരുന്ന ചെടികൾ വരെ ഇതിലുണ്ട്. അതിനകത്തൊരു 30% ചെടികൾ പഴം തന്നു കഴിഞ്ഞു. ബാക്കിയുള്ളവ ഇപ്പോൾ ഫ്രൂട്ടിംഗ് സ്റ്റേജിലാണ്. ഇതിലേക്കുള്ളൊരു ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ, മുൻപ് ഞാൻ മുരുകപ്പ പാരി ഗ്രൂപ്പിൻ്റെ സീനിയർ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഒരു 18ഓളം ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തു, അഗ്രികൾച്ചർ റിലേറ്റഡ്. അങ്ങനെ ഒരു അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നപ്പോൾ ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നപ്പോഴൊരു ഇൻട്രസ്റ്റിംഗ്, എനിക്കൊരു കമ്പനിയുണ്ട് ചാർട്ടിൻ്റെ. അത് ഈ ഫ്രൂട്ട്സിൻ്റെ ഒരു ചാർട്ട് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് നമുക്ക് പഴങ്ങൾ 1ഉം 2ഉം അല്ല, നമ്മളെ സംബന്ധിച്ച് പഴങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചക്കയും മാങ്ങയാണ് ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ, റംബൂട്ടാനും മംഗോസ്റ്റിനും അതോടെ കഴിഞ്ഞു. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ കാലാവസ്ഥയിൽ ഒരു 90% പഴവർഗ്ഗങ്ങൾ നമ്മുടെ കാലാവസ്ഥയെ പിടിക്കുമെന്ന് ചാർട്ടിൻ്റെ പ്രിപ്പറേഷനിലൂടെ മനസ്സിലാക്കുകയും ഈ ഇൻട്രസ്റ്റിലോട്ട് തിരിയുകയും. പിന്നെ ഇതിനകത്തൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് 100% പെർഫെക്റ്റായിട്ട് മനസ്സിലുണ്ടെങ്കിൽ നടക്കുമെന്നുള്ളതിന് തെളിവാണ് ഇന്നുള്ള ഈ ചെടി. ഓരോ പുതിയ ഇനം പഴവർഗ്ഗങ്ങൾ വരുമ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായി പഠനം നടത്തുന്നു. അതിനെ പരിപാലിക്കാൻ തൻ്റേതായ ചില പൊടിക്കൈകളും ഉപയോഗിക്കുന്നു. ഞാനിവിടെ ചെയ്യുന്നത് 100% ജൈവമാണ്. സുഭാഷ് പലേക്കറിൻ്റെ ജീവാമൃതം മാസത്തിലൊരിക്കൽ യൂസ് ചെയ്യും. പിന്നെ 2-3 ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സീനിയർ സയൻറ്റിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ചില വളർച്ചയുടെ സംഭവങ്ങൾ, ഹ്യൂമിക് ആസിഡ്, പൊട്ടാസ്യം ഹ്യൂമേറ്റ്, ഗിബർലിക് ആസിഡ്, ഇതിൻ്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ, 6-7 എണ്ണത്തിൻ്റെ കോമ്പിനേഷൻ ഞാൻ ഉണ്ടാക്കി സ്പ്രേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പൂക്കാനും ചിലതിന് വേര് വരാനുള്ളതിന് പെട്ടെന്ന് വേര് വരും, അങ്ങനെയുള്ളതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറില്ല, പക്ഷേ ചില സ്റ്റേജിൽ ചെയ്യാറുണ്ട്. കാരണം ഇത് ചെറിയ ചെടി വന്നിട്ട് നമ്മുടെ ജൈവ കീടനാശിനിയിൽ രക്ഷപ്പെടത്തില്ലെന്ന് കാണുമ്പോൾ ഒരു നിവൃത്തിയുമില്ലാതെ ഉപയോഗിക്കേണ്ട അവസ്ഥ. കാരണം അത് എഡിബിളല്ല, നമ്മൾ കഴിക്കുന്നില്ല, അതിൻ്റെ ഫ്രൂട്ട് വന്ന ശേഷം മാത്രമേ കഴിക്കൂ. അപ്പോൾ ആ ചെടിയെ എത്രയും പെട്ടെന്ന് രക്ഷിക്കാമെന്നൊരു രീതി വരുമ്പോൾ നമ്മൾ അതിലേക്ക് തിരിയും. അതിനകത്ത് ഒരു തെറ്റും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കാരണം മനുഷ്യന് ഹാംഫുള്ളായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ എഫക്റ്റ് വരുന്നത്. ഇത് ഫ്രൂട്ടിങ്ങും അല്ല, ഒരു കുഞ്ഞു ചെടിയുടെ കാര്യം. ഡോക്ടർ ഹരിയുടെ മണ്ണും മനസ്സുമെന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെയാണ് ഗ്രീൻ ഗ്രാമയ്ക്ക് തുടക്കമിട്ടത്. ഇന്ന് 50,000-നടുത്ത് അംഗങ്ങളാണ് ഇതിൽ പങ്കാളികളായിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പോലുള്ള മാർഗ്ഗങ്ങളുള്ളപ്പോൾ നമുക്ക് 100 കണക്കിന്, എനിക്ക് തന്നെ ഫേസ്ബുക്കിൽ 100 കണക്കിന് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാം പല രാജ്യങ്ങളുള്ള. നമുക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പ്ലാൻ ക്വാറൻറ്റൈൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്കുള്ളതായിരിക്കാം. അവരോട് ചോദിക്കുമ്പോൾ വിത്തുകൾ നമുക്ക് അയച്ചു തരും. നമ്മുടെ വിത്തുകൾ വേണമെങ്കിൽ ക്വാറൻറ്റൈനോടെ വിത്ത് ലൈസൻസോടെ നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ പല കളക്ഷൻസും കിട്ടുന്നത് പല രീതിയിലുള്ള, ഇത് മറ്റുള്ള നമ്മുടെ ഫ്രണ്ട്സിനുണ്ടെങ്കിൽ അവരുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് മേടിക്കാം. പിന്നെ അടുത്തത്, നമ്മുടെ പല നഴ്സറികളും പലതും ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട്. പല പഴങ്ങൾക്കും ഔഷധ ഗുണങ്ങൾ ഏറെയാണ്. ചില ചെടികൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. അതിലൊന്നാണ് ഇൻക പീനട്ട്. ബ്ലോക്കിനുള്ള ഏറ്റവും നല്ല മരുന്നാണിത്. ആഫ്രിക്കൻ രാജ്യത്തെ ആമസോൺ കാടുകളിൽ വളർന്നവയാണ് അധികവും. ഇന്ന് എല്ലായിടത്തും സജീവമായ മാജിക് ഫ്രൂട്ട് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഹരിയുടെ തോട്ടത്തിലുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴത്തിൻ്റെ ചെടി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പലരും പറയും
മിറാക്കിൾ ഫ്രൂട്ട്. കാരണം പഞ്ചസാരയേക്കാൾ 300 മടങ്ങാണ് അതിൻ്റെ മധുരശക്തി നൽകുന്നത്, ആ മിറാക്കിൾ എന്ന പ്രോട്ടീൻ നൽകുന്നത്. പക്ഷേ ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പഴം കദംബെ എന്ന് പറയുന്ന ആഫ്രിക്കൻ സെയ്റാലിയോൺ, സെയ്റ എന്നീ പറഞ്ഞ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന, കാടുകളിൽ കാണപ്പെടുന്ന ഒരു ചെടിയുണ്ട് കദംബെ. പഞ്ചസാരയേക്കാൾ 3000 മടങ്ങാണ് ഇതിൻ്റെ മധുരം. ആ ചെടിയാണ് ഞാൻ നിങ്ങൾക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ആ ചെടി ഞാൻ വളർത്തുന്നത്. 5-6 വർഷത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് ഒരു ചെറിയ ചെടിയാണ്, അത് പൊട്ടിക്കിളിച്ച് വീണ്ടും വരുവാണ്. ഇതിൻ്റെ ഒരു പഴമുണ്ട്, ആ പഴത്തിനാണ് ഇലയും യൂസ് ചെയ്യുന്നുണ്ട്. പഴത്തിന് 3000 മടങ്ങാണ് പഞ്ചസാരയേക്കാൾ മധുരം. പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാൻ നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ലോകത്തിലെ നമ്പർ 1 പഴം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാവുന്നതാണ്. പെർഫ്യൂം പൂശിയതുപോലെ കഴിച്ചാൽ ശരീരത്തിൽ നിന്നും സുഗന്ധം വമിക്കുന്ന കെപ്പലും ഇവിടെ വളർന്നു. ചിലതെല്ലാം ഫലം നൽകിക്കഴിഞ്ഞു, ചിലത് പൂവിട്ടു നിൽക്കുന്നു, ചിലതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പല പഴവർഗ്ഗങ്ങളുടെ ഇലകൾക്കും ഇവിടെയുള്ള മറ്റു ചെടികളുമായി സാമ്യമുണ്ട്. ഇതോടൊപ്പം വ്യത്യസ്ത ഇനം പ്ലാവുകൾ സുലഭം. സെനഗലിൽ മാത്രം കണ്ടുവരുന്ന മാഡ് ഫ്രൂട്ട്, ആഫ്രിക്കയിൽ മദ്യം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മറുല പഴച്ചെടി, ഇവയെല്ലാം ഇന്ത്യയിൽ തന്നെ അപൂർവമാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഇന്ന് സർവ്വസാധാരണമായിട്ടുള്ള മരമുന്തിരി എന്ന് വിളിക്കുന്ന ബ്രസീലിൻ്റെ ജബോട്ടിക്കാബയാണ്. ഈ മരത്തിൻ്റെ പ്രത്യേകത, ഇത് നല്ലവണ്ണം മുറ്റിയാൽ ഇതിൻ്റെ തടിപ്പുറത്താണ് നമ്മുടെ ഒരു ചെറിയ ഒരു വലിപ്പമുള്ള നെല്ലിക്കയുടെ സൈസിൽ കറുത്ത കളറിൽ പഴം പിടിക്കും, മുന്തിരിങ്ങയുടെ കൂട്ട്. പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇറുങ്ങലങ്ങ് പിടിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു നിയർലി ഒരു 4 വർഷം കഴിയുമ്പം ഇത് കായ്ക്കും. ഈ ചെടിയുടെ പേര് കുപ്പാസു എന്നാണ്. ഇത് ആഫ്രിക്കയിലുള്ളൊരു പഴമാണ്, നമ്മുടെ കൊക്കോയുടെ ഫാമിലിയാണ്. ഇതിൻ്റെ പ്രത്യേകത, നമ്മുടെ ഒരു ചക്കയുടെയൊക്കെ ഷേപ്പിൽ കുറച്ച് വലുപ്പത്തിൽ വരുന്ന പഴം, വെട്ടിക്കഴിയുമ്പോൾ അകത്ത് മൊത്തം സീഡ് കവർ ചെയ്ത് ബട്ടറിൻ്റെ കൂട്ടൊരു ക്രീമായിട്ടൊരു സബ്സ്റ്റൻസ് ഉണ്ട്. ഇത് കൊമേഴ്ഷ്യലായിട്ട് കൊക്കോയ്ക്ക് പകരം നമ്മുടെ നാട്ടിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുത്ത് വളർത്തേണ്ട ഒരു കാർഷിക വിളയാണിത്. വിദേശ രാജ്യങ്ങളിലെ ഇത് നിരവധി കാർഷിക വിളയായിട്ട് വളർത്തുന്നുണ്ട്. അപ്പം നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ കുറച്ച് സമയം കൂടി എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാവ്, വലിയ മാങ്ങയുള്ള മാഗ്നിഫറ പജാങ് എന്ന് പറയും. പജാങ്ങിൻ്റെ പ്രത്യേകത, എൻഡേഞ്ചേർഡ് സ്പീഷീസാണ്. നമുക്കൊരു 10-20 മാവ് ഇത് കാണാൻ പറ്റും. ഇത് ഇന്തോനേഷ്യൻ വനങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇത്. അപ്പോൾ ഞാനത് നട്ടിട്ട് നിയർലി ഒരു 5 വർഷമാകുന്നു. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പൊക്കത്തിൽ പോകും. മാങ്ങ തന്നെ ഫുൾ ഫൈബറസ് ആയിരിക്കും. അതിൻ്റെ ഒരു തൂക്കം 2 കിലോയിൽ പുറത്ത് പോകും. ഈ കാണുന്ന വള്ളിച്ചെടിയാണ് കുബാളെന്ന് പറയും. ഇത് നമ്മുടെ പഴങ്ങളുടെ പറദീസയായ ബോണിയോ ഐലൻഡിലുള്ള ഒരു 5 പഴങ്ങളുടെ രുചി വരുന്നൊരു പഴമാണിത്. ബോണിയോ എന്ന് പറയുമ്പം മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ ഇതിൻ്റെ നടുക്ക് കിടക്കുന്ന ഒരു ഐലൻഡാണ്. വളരെ രുചികരമായൊരു പഴമാണിത്. ഇത് പൂക്കാറായി നിൽക്കുന്നു, ഇതുവരെ പൂത്തിട്ടില്ല. ഇത് ചുറ്റിക്കയറിയിരിക്കുന്ന ഈ മരമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സപ്പോട്ട. നമ്മുടെ ഒരു ചെറിയ പൊതിച്ച തേങ്ങയുടെ വലുപ്പം വരും. ഇതിൻ്റെ പേരാണ് മാമി സപ്പോട്ട. ഇതൊരു 5 വർഷമായ 20 അടി പൊക്കം അടുപ്പിച്ചുണ്ട്. 5 വർഷമായ മരമാണ്. ഇതും ഒരു 2 വർഷത്തിനുള്ളിൽ പൂക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ബൊറോജോ. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരു ചെടിയാണ്. നമ്മുടെ ഒരു ഏകദേശം ഷേപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുമ്പളങ്ങയുടെയൊക്കെ ഷേപ്പിലൊരു പഴം ഉണ്ടാവും. അതേ ഷേപ്പിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടൊരു പഴം ഉണ്ടാവും. അപ്പോൾ പൂക്കേണ്ട സമയമാണ്, ഉടനെ കായ്ക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ നിൽക്കുന്ന സസ്യമാണ് ജംഗിൾ സോപ്പ്. കാമറൂൺ ഫോറസ്റ്റിൽ മാത്രം കണ്ടുവരുന്ന നമ്മുടെ മുള്ളാത്തയുടെ ഫാമിലിയിൽപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ പഴം. ഇപ്പോൾ അമേരിക്ക തന്നെ അതിപ്പോഴാണ് അത് മ്യൂസിയത്തിൽ കൊണ്ടുവച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ പോഷകഗുണവും ഔഷധമൂല്യമുള്ള ഒരു ചെടിയാണിത്. ഈ ചെടികളാണ് തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന സ്പാനിഷ് ലൈം എന്ന് പറയും. അതായത് നമ്മുടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റംബൂട്ടാൻ്റെ കൂട്ട് പച്ച കളറിൽ കൊലകുത്തി പിടിക്കും. നല്ല രുചിയുള്ള പഴമാണ്. കൊമേഴ്ഷ്യലായിട്ട് ഇതിപ്പോൾ വിൽക്കുന്നുണ്ട്. ഇത് ഞാൻ 4 മരങ്ങൾ നട്ടിട്ടുണ്ട്. കാരണം ഇതിൽ മെയിലും ഫീമെയിലും വരുന്നുണ്ട്. അപ്പോൾ ഏതാണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നിൽക്കുന്നതാണ് ലാറ്റിൻ അമേരിക്കൻ സപ്പോട്ട, മറ്റേസിയ എന്ന് പറയും. വളരെ രുചിയുള്ള വലിയ പഴമാണ്. ഇതും കൊമേഴ്ഷ്യൽ യൂസായിട്ട് ഉപയോഗിക്കുന്നതാണ്.
ഇതാണ് സ്പെയിനിൻ്റെ സ്പാനിഷ് താമരണ്ട് എന്ന് പറയും. പുളി പോലെയല്ല, നമ്മുടെ ഓറഞ്ചിൻ്റെയൊക്കെ കൂട്ട് വളരെ വലുപ്പത്തിൽ പിടിക്കുന്ന ഒരു കായാണിത്. ഇതും 5 വർഷത്തോളമായി ഈ ചെടി നട്ടിട്ട്. നമുക്ക് കുടംപുളിക്കും മറ്റും പകരം ഉപയോഗിക്കാൻ പറ്റിയ ഒരു പഴമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ചെടിയാണിത്. ഇസ്രയേൽ ഓറഞ്ച്, കൊരണ്ടിപ്പഴം, പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്നിങ്ങനെ അപൂർവ ഇനത്തിൽപ്പെട്ട പല പഴവർഗ്ഗങ്ങളും വർഷങ്ങളുടെ പ്രയത്നത്തിലൂടെയാണ് ഇത്തരത്തിലാക്കി മാറ്റിയത്. ഇത്തരം താൽപ്പര്യങ്ങൾക്ക് കുടുംബത്തിന്റെ പിന്തുണ എപ്പോഴുമുണ്ട്. ഭാരിച്ച പണച്ചിലവുള്ള ഒന്നാണിത്. ചെടികൾക്ക് 100 മുതൽ 3 ലക്ഷം രൂപ വരെയാണ് വില. കുറഞ്ഞ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ പഴവർഗ്ഗങ്ങൾ നട്ടുപരിപാലിക്കുക എന്ന ആഗ്രഹത്തിൽ ഇന്നും പുതിയ പഴവർഗ്ഗങ്ങൾ തേടി നടക്കുന്നു ഹരി. നാളെ ഒരു ഏതൻ തോട്ടം പോലെ ആക്കിയെടുക്കുക, അതായത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ പഴവർഗ്ഗങ്ങൾ, അതാണ് എൻ്റെ ഒരു ചെറിയ ലക്ഷ്യം. അതുമായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിന് സപ്പോർട്ടീവായിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പം നാളെ പുതിയ തലമുറ എല്ലാ രുചികളും അടുത്തറിയണമെന്നൊരാഗ്രഹമുണ്ട്. വ്യത്യസ്തമായ ഈ പഴത്തോട്ടത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ബന്ധപ്പെടേണ്ട വിലാസം ഡോക്ടർ ഹരിമുരളീധരൻ, ഗ്രീൻ ഗ്രാമ, കൊട്ടാരക്കര. ഫോൺ നമ്പർ 7200707222. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 7200707222. ഇനി വിപുലമായ രീതിയിൽ നാണ്യവിളകൾ കൃഷി ചെയ്തിട്ടുള്ള ഒരു തോട്ടം പരിചയപ്പെടാം. പാലക്കാട് പൂണൂർ സ്വദേശി ജോണിൻ്റേതാണ് ഈ കൃഷിയിടം. ജാതിയും കാപ്പിയും എല്ലാം ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ കൂടി അദ്ദേഹം ഈ കൃഷിയിടത്തിൽ നടത്തിയിട്ടുണ്ട്. വിദേശ ജോലിയിൽ നിന്നും കർഷകനിലേക്കുള്ള ദൂരം അധികമാണെങ്കിലും ജോൺ എന്ന വ്യക്തിക്ക് അതൊരു ചെറു യാത്രയാണ്. ജന്മന മൂവാറ്റുപുഴ സ്വദേശിയാണ്. പിന്നീട് തൃശ്ശൂരിൽ കുറച്ചുകാലം ജീവിച്ചു. എന്നാൽ കർമ്മമേഖല ഇന്ന് പാലക്കാട് ജില്ലയിൽ. 10 ഏക്കർ സ്ഥലത്താണ് നാണ്യവിളകളും അത്യാവശ്യം പച്ചക്കറികളും കൃഷി ചെയ്തിരിക്കുന്നത്. പുഴയുടെ തീരത്ത് തെങ്ങും കവുങ്ങും കാപ്പിയും ജാതിയുമെല്ലാം വളർന്ന് കുലച്ചു നിൽക്കുന്നു.